പാട്ടും ഊത്തും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അല്പം യോഗ ചിന്തയാണ്. നമ്മുടെ ശരീരത്തെ ജീവനോടെ നിലനിർത്തുന്ന പ്രാണശക്തി എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് വായുവിലൂടെ, ഭക്ഷണത്തിലൂടെ, ചിന്തയിലൂടെ ഒക്കെ പ്രാണൻ നമ്മുടെ ശരീരത്തിലേക്ക് വീഴുന്നു. പ്രാണൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പ്രാണനും അതുപോലെ തന്നെ മനസ്സും വളരെയധികം ബന്ധപ്പെട്ടതാണ്. നമ്മൾ ശ്വസിക്കുമ്പോൾ വെറും വായു മാത്രമല്ല ഉൾക്കൊള്ളുന്നത്, ഇതോടൊപ്പം ജീവനുള്ള ഊർജവുമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. അത് ശരീരത്തിൽ ശരിയായ രീതിയിൽ ഒഴുകുമ്പോഴാണ് ആരോഗ്യം, ഉത്സാഹം, മനസ്സിൻ്റെ സ്ഥിരത എല്ലാം സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നത്. പ്രാണശക്തി ശക്തമായാൽ നമുക്ക് ക്ഷീണം കുറയും, മനസ്സ് ശാന്തമാകും, രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് കൂടും. എന്നാൽ ഇത് കുറഞ്ഞാൽ നമുക്ക് എന്താവും? അസുഖങ്ങൾ വരും, പ്രതിരോധ ശക്തി കുറയും, ഉറക്കം കുറയും, ഒരുപാട് പ്രശ്നങ്ങളാണ്. അതായത് ഇന്ന് ശരിക്ക് നമ്മുടെ അശ്രദ്ധമായ ജീവിതശൈലി, അനവസരത്തിലുള്ള ഭക്ഷണം, അതിര് കടന്ന ടെൻഷൻ, ഇവയെല്ലാം പ്രാണശക്തിയെ ക്ഷയിപ്പിക്കുന്നതാണ്. ഒടുവിൽ നമ്മൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക വിഷയം ആണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. സ്വയം വെടിവെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് ഈ സ്ട്രെസ്സ്, എല്ലാവരും വാതിലടച്ച് അല്ലെങ്കിൽ എല്ലാവരും അകലേന്ന് പോയിട്ട് നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ വരിക. അപ്പോൾ ഈ സ്ട്രെസ്സ് പല ആളുകളെയും മരണം വരെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ശാരീരിക രോഗങ്ങളെക്കാൾ കൂടുതൽ ഇന്ന് നേരിടുന്നത് മാനസിക പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പരിഹാരം എന്ന് ശരിക്കും ഈ നമ്മുടെ യോഗാസനങ്ങളിൽ പ്രാണായാമത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതായത് ശരീരത്തിൻ്റെ, അതായത് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്നുള്ള ഈ കാറ്റഗറിയിൽ സ്ഥൂല ശരീരം, നമ്മൾ ഈ കാണുന്ന ശരീരത്തിന് ആവശ്യമായ എക്സസൈസുകളും മറ്റ് ഭക്ഷണങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ മസിൽ പെരുപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. എന്നാൽ അതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ പ്രാധാന്യത്തോടെ രക്ഷിക്കേണ്ട അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം. അപ്പോൾ അതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ശ്വാസം ആണല്ലോ നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്. അപ്പോൾ ഈ ദീർഘശ്വാസം വളരെ നല്ലതാണ്. യോഗയിൽ പറയുന്ന അനുലോമ വിലോമ പ്രാണായാമങ്ങൾ, ബ്രാഹ്മരി പ്രാണായാമങ്ങൾ, അങ്ങനെ കുറേ എണ്ണമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രാണൻ തന്നെ സാധാരണഗതിയിൽ പ്രാണൻ പോയി എന്ന് പറയുമല്ലോ. നമ്മൾ ജീവൻ പോയി കഴിഞ്ഞാൽ പ്രാണൻ പോയി എന്നാണ് പറയുക. അതായത് ശിവൻ എന്നുള്ളത്, അതിലെ പ്രാണൻ പോയി കഴിഞ്ഞാൽ, ജീവൻ പോയി കഴിഞ്ഞാൽ അത് ശിവൻ എന്നുള്ളത് ശവം ആയി മാറും. എത്ര വലിയ ആളായാലും അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളെ ശവം എപ്പോൾ കൊണ്ടുവരും, അല്ലെങ്കിൽ അടക്കൽ എപ്പോഴാണ്, പിന്നെ അത് അയാളുടെ പേര് തന്നെ പിന്നെ പറയുന്നില്ല, ആ ബോഡി എപ്പോഴാണ് കൊണ്ടുവരിക എന്ന രീതിയിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പോൾ യോഗ ആയുർവേദ കാഴ്ചപ്പാടിൽ ശരിക്കും ഈ പഞ്ചപ്രാണങ്ങൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. എന്താണ് പഞ്ചപ്രാണൻ? ഏതൊക്കെയാണ്? അതായത് പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ എന്നിവയാണ് ഈ പഞ്ചപ്രാണങ്ങൾ. അതിന് ഓരോ പ്രാണനും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട് ശരീരത്തിൽ. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രാണൻ. ആ പ്രാണൻ പോയി കഴിഞ്ഞാലും മറ്റു വായുക്കളൊക്കെ പോകാൻ വേണ്ടി സമയമെടുക്കും എന്ന് പറയാറുണ്ട്. പ്രാണൻ നെഞ്ച് ഭാഗത്ത് പ്രവർത്തിക്കുന്നതാണ്. ശ്വസനം, അതായത് ശ്വസിക്കാറുമ്പോൾ എന്താണ്, വായു ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുന്നതും കൂടി ചേർത്തിട്ടുള്ളത്. ഹൃദയമിടിപ്പ് തുടങ്ങിയ ജീവൽ പ്രവർത്തനങ്ങൾ അത് മുഖ്യമായ നിയന്ത്രിക്കുന്നത് പ്രാണനാണ്. രണ്ടാമത് അപാനൻ, വയറിൻ്റെ താഴ്ഭാഗത്താണ് അപാനൻ്റെ സ്ഥാനം. മൂത്രം, മലവിസർജനം, വിയർപ്പ്, പ്രസവം എന്നീ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അപാനനാണ്. മൂന്നാമത്തതാണ് സമാനൻ, നാഭീപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതാണ് സമാനൻ. ദഹനം, പോഷകങ്ങളുടെ ആഗിരണം എന്നിവയ്ക്ക് ഈ സമാനൻ എന്ന പ്രാണനാണ് സഹായിക്കുന്നത്. നാലാമത്തതാണ് ഉദാനൻ, തൊണ്ടയും തലഭാഗവും, സംസാരശക്തി, ഓർമ്മ, ശരീരത്തിൻ്റെ മേലോട്ടുള്ള ചലനം,
ആത്മീയ ഉയർച്ച എന്നിവയുമായിട്ട് ഉദാനൻ എന്ന പ്രാണൻ ബന്ധപ്പെട്ടിരിക്കുന്നു. അഞ്ചാമത്തെ പഞ്ചപ്രാണങ്ങളിൽ അഞ്ചാമത്തേതാണ് വ്യാനൻ, ശരീരമൊട്ടാകെ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ശരീരമൊട്ടാകെ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് രക്തചംക്രമണം, നാഡീവ്യവസ്ഥ, കൈകാലുകളുടെ ചലനം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ശ്വസനം, ദഹനം, വിസർജനം, ചലനം, സംസാരശക്തി ഇവയെല്ലാം പഞ്ചപ്രാണ സംതുലിതമായ പ്രവർത്തനത്തിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രാണശക്തിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വളരെ ഇപ്പോൾ ഈ കപാലപാതി അല്ലെങ്കിൽ അനുലോമ വിലോമം പ്രാണായാമങ്ങളൊക്കെ ഗഹനമാണ്, കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളും. ഇനി ഇതൊന്നും ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു 5 മിനിറ്റെങ്കിലും ശ്വാസത്തെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് വളരെയധികം ഗുണം ചെയ്യും. നമ്മൾ ഈ കലുഷിതമായ ഇപ്പോൾ 72,000-ഓളം ചിന്തകൾ ഒരു ദിവസം. അപ്പോൾ ഈ ചിന്തകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും കടലിലെ തിരമാലകൾ പോലെ വന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ ചിന്തകൾക്കൊരു കൺട്രോൾ വന്നാൽ തന്നെ കുറേ മനസ്സമാധാനം നമുക്കുണ്ടാവും. അപ്പോൾ അതിന് ശരിക്കും നമ്മൾ നിവർന്നിരുന്നിട്ട് നട്ടിൽ നിവർന്നിരിക്കുക, ഇരുന്നിട്ട് കൈകൾ വെറുതെ ചേർത്ത് വെച്ചാൽ മതി. അതല്ലെങ്കിൽ തുടയിൽ വെറുതെ റെസ്റ്റ് ചെയ്തിട്ടെ കണ്ണുകൾ അടച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 1 മുതൽ 4 വരെ എണ്ണുന്ന സമയം ഉപയോഗിച്ചുകൊണ്ട് ശ്വാസം എടുക്കുക. ഈ ശ്വാസത്തെ നമ്മൾ 1, 2 എണ്ണിട്ടത് പിടിച്ചു വയ്ക്കുക. ഈ പിടിച്ചു വെച്ച ശ്വാസത്തെ 6 വരെ എണ്ണിയ സമയം കൊണ്ടാണ് പുറത്തേക്ക് വിടേണ്ടത്. അപ്പം 4 എന്ന എണ്ണിയ സമയം കൊണ്ട് എടുക്കുകയും 2 വരെ എണ്ണിയ സമയം കൊണ്ട് ഹോൾഡ് ചെയ്യുകയും 6 വരെ എണ്ണിയ സമയം കൊണ്ട് പുറത്തേക്ക് വിടുകയും ചെയ്യുക. അങ്ങനെ ഒരു 15 ശ്വാസം എടുക്കുക. കുറച്ച് റെസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 15 ശ്വാസം, പിന്നെ കുറച്ച് ചെറിയ ഒരു വിശ്രമം കഴിഞ്ഞിട്ട് വീണ്ടും 15, അങ്ങനെ 45 ശ്വാസം എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ സമയം കിട്ടി കഴിഞ്ഞാൽ ഒരു 10 വീതം എങ്കിലും ചെയ്യുക. 10, 10, 10. വലിയ സമയമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ തുടക്കത്തിൽ എന്ന രീതിയിൽ 5 എണ്ണം വെച്ചെടുത്താൽ മതി. 5 ശ്വാസം ആദ്യം ഒന്നൊരു കാണിക്കാം. ഒന്നായി ശബ്ദം കേൾക്കുന്ന രീതിയിൽ അപ്പോൾ 1, 2, 3, 4 ഈ സമയം കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 1, 2 പിടിച്ചു വയ്ക്കുക. 1, 2, 3, 4, 5, 6 ഈ സമയം ഉപയോഗിച്ചുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ തന്നെ ചിന്തകൾ വരെ പോയി എന്ത് ചെയ്തോട്ടെ, നമ്മളൊന്നും ചെയ്തേ മൈൻഡ് ചെയ്യണ്ട. ഇങ്ങനെ ഒരു 10 വീതം ശ്വാസം ഒരു 30 ടേണായിട്ട് അല്ലെങ്കിൽ ഒരു 10 എണ്ണമെങ്കിൽ തുടർച്ചയായിട്ട് നിങ്ങൾ എടുക്കൂ. ആദ്യം സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, ഇതാണ് പ്രാണൻ. നമുക്ക് യോഗയുടെ എല്ലാ ശനിയാഴ്ചകളിലും യോഗയിലൂടെ ഒരു സഞ്ചാരം നമുക്ക് നടത്താം. ഓക്കെ, താങ്ക് യു. ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.